ബോൾട്ടിന്റെ ഒരു ബെസ്റ്റ് സെല്ലിംഗ് TWS എന്ന് വെച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും കണ്ണും പൂട്ടി പറയാൻ പറ്റുന്ന ഒരു സീരീസ് ആണ് C40 സീരീസ്. അപ്പോൾ ആ ഒരു സീരീസിലെ ആദ്യത്തെ ഒരു ഗെയിമിംഗ് TWS ഇന്ന് ഫസ്റ്റ് സെയിലിന് എത്തിയിട്ടുണ്ട്. C40 ഗെയിമിംഗ് 1299 രൂപയ്ക്കാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. എന്നാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വില കൂടാനും ചാൻസ് ഉണ്ട്. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് 1299 രൂപയ്ക്ക് നമ്മളൊരു ഗെയിമിംഗ് TWS വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു C40 ഗെയിമിംഗ് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ സവിശേഷതകളാണ്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ആ ഒരു ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ C40 ഗെയിമിംഗ്. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻ ആണ്. ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത് ഈ ഒരു ഡിസൈൻ, അതായത് കേസിന്റെ ഡിസൈൻ ഇൻസ്പയർ ആയിരിക്കുന്നത് നമ്മുടെ അയൺമാന്റെ മാസ്ക് ഉണ്ടല്ലോ, അതിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ എവിടെയൊക്കെയോ ആ ഒരു ഷേപ്പ് ഉണ്ട്, അതിൽ വേറൊരു സംശയമില്ല. കൂടാതെ കോമ്പാക്റ്റ് ആണ്. പിന്നെ മറ്റൊരു കാര്യം എനിക്കിതിൽ തോന്നിയെന്ന് വെച്ചാൽ ഈ മുകളിലത്തെ ഭാഗം എന്ന് പറയുന്നത്, അതായത് ലിഡിന്റെ ഭാഗം ട്രാൻസ്പെറന്റ് ആയതുകൊണ്ട് തന്നെ അകത്തുള്ള നമ്മുടെ ഇയർബഡ്സുകൾ കാണുമ്പോഴത്തേക്ക് ഒരു മൂങ്ങയുടെ ഷേപ്പ് പോലാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്നാൽ നമ്മുടെ ആ ഒരു അയൺമാൻ്റെ അതും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഓവറോൾ എന്തായാലും നല്ല രസമുണ്ട് ഡിസൈനിൽ, അത് വേറൊരു സംശയമില്ല. കൂടാതെ ആ ഒരു ബിൽഡ് ആണെങ്കിലും പക്കയാണ് കേട്ടോ. എത്ര എംഎച്ച് ബാറ്ററി കപ്പാസിറ്റി ഇവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. എന്നാൽ അപ് ടു 60 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. കൂടാതെ ടൈപ്പ് സി ആണ്, ജസ്റ്റ് 10 മിനിറ്റ് ചാർജ് ചെയ്താൽ മതി. 1.5 hours നമുക്ക് ടോട്ടൽ പ്ലേ ടൈം നിന്ന് കിട്ടുന്നതാണ്. പിന്നെ 5V1 ആണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ചാർജിങ് അഡാപ്റ്റർ. എന്നാൽ ഇത് ടൈപ്പ് സി ആയതുകൊണ്ട് തന്നെ ഒരു ഫാസ്റ്റ് ചാർജർ യൂസ് ചെയ്താലും അതിനകത്ത് 5V2A 10 wattsന്റെ ഔട്ട്പുട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വെച്ച് ഇത് ചാർജ് ചെയ്യുന്നതിൽ വലിയ തെറ്റൊന്നും ഇല്ല കേട്ടോ. ഇനി ലിഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് വളരെ മനോഹരമായിട്ടുള്ള ഇയർബഡുകൾ അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. കൂടാതെ ആ ഒരു സ്ട്രിപ്പ് കണ്ട, നമ്മൾ RGB ലൈറ്റിന്റെ സ്ട്രിപ്പും നല്ല രസമുണ്ട് കാണാനായിട്ട്. അവിടെയും നമുക്ക് എന്താ പറയുക, കൂടുതൽ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇനി ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ ഇവിടെയും എടുത്തു പറയേണ്ട ഒരു സംഭവം ആ ഒരു ഡിസൈൻ തന്നെയാണ്. പ്രത്യേകിച്ച് ആ ഒരു കളർ കോമ്പിനേഷൻ ഗ്രീൻ ആൻഡ് ബ്ലാക്ക് നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. കുറ്റം ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കൂടാതെ ആ ഒരു ടച്ച് സെൻസേഴ്സിന്റെ ഭാഗത്തുള്ള ഡിസൈൻ ഉണ്ടല്ലോ, ഒരു കണ്ണ് പോലെ ഫീൽ ചെയ്യും. ഇതാണ് നമ്മുടെ ലിഡിന്റെ പുറത്തോട്ട് നോക്കുമ്പോഴത്തേക്കും മൂങ്ങ പോലത്തെ ഒരു സംഭവം വരുന്നത്, അതും നല്ല രസമുണ്ട്. കൂടാതെ അവിടെയും ആ ഒരു LED ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. കൂടാതെ ലെഫ്റ്റും റൈറ്റും മെൻഷൻ ചെയ്തേക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ. നല്ല വലിയ രീതിക്ക് ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനി പറയുന്നത് നിങ്ങൾക്ക് ഇതിൽ റൈറ്റ് ചെയ്ത് ലെഫ്റ്റ് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല, അത്രയ്ക്കും വലിയ രീതിക്കാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ നല്ല രീതിക്ക് ആ ഒരു ഡിസൈൻ ഒരു വൃത്തിയായിട്ട്, ഇപ്പോൾ വലിയ രീതിക്ക് കൊടുത്തെങ്കിൽ പോലും ഭയങ്കര വലിയ വൃത്തിയായിട്ട് ആക്ച്വലി ഇവിടെ ലെഫ്റ്റും റൈറ്റും മെൻഷൻ ചെയ്തേക്കുന്നില്ല കേട്ടോ. ഓവറോൾ എന്തായാലും ഡിസൈനിന്റെ കാര്യത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു C40 ഗെയിമിംഗിൽ. 10mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ രണ്ട് ഇയർബഡും വരിക. കൂടാതെ എത്ര എംഎച്ച് ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എത്ര മണിക്കൂറാണ് നമുക്ക് സിംഗിൾ പ്ലേറ്റും കിട്ടുന്നത് എവിടെ നിന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. എന്നാൽ എനിക്ക് തോന്നുന്നു ഒരു 78 hours പൊതുവേ ഇതിൽ ബോൾട്ടിന്റെ എല്ലാ ഇയർബഡിലും കിട്ടുന്നതാണ്. അത് ഇവിടെയും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എത്ര കിട്ടി അത് വീഡിയോയുടെ കമന്റ് ആയിട്ടുള്ളൂ. പുതുതായിട്ട് വാങ്ങിക്കാൻ പോകുന്നവർക്ക് അതൊരു യൂസ്ഫുൾ ആവും, അതിൽ വേറൊരു സംശയം വെക്കേണ്ട ആവശ്യമില്ല. ഇനി വെയറിംഗ് കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ ഇത് എൻ്റെ ചെവിയിൽ അങ്ങോട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിപ്പുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആ ഒരു പാസീവ് നോയിസ് ക്യാൻസലേഷൻ ചെവിയിൽ അങ്ങോട്ട് വെക്കുമ്പോൾ തന്നെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ക്രൗഡായിട്ട് പോയിട്ട് നമ്മൾ പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ മൂവീസ് കാണുക, ഗെയിം കളിക്കുക, ഒരാടുത്ത് മിണ്ടുക ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്നാൽ ഭയങ്കര വലിയ ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇയർബഡ് അങ്ങോട്ട് കേസിൽ വെച്ച് അടച്ചു വെച്ചിട്ട് മിണ്ടാതിരിക്കാൻ പറയാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഇതിനകത്ത് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഇല്ല, ENC മാത്രമേ ഉള്ളൂ. ENC എപ്പോഴാണ് വർക്ക് ആവുന്നത് വെച്ചാൽ ഉറപ്പായിട്ടും നമ്മൾ ഒരാളുടെ സംസാരിക്കുമ്പോൾ മാത്രമാണ് കേട്ടോ, അല്ലാണ്ട് ചെവിയിൽ ഇത് വെക്കുമ്പോഴത്തേക്കല്ല. കാരണം കുറേ കൂട്ടുകാർ ചോദിക്കുന്ന കാര്യമാണ്, ബ്രോ ENC എങ്ങനെയാണ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാന്നുള്ളത്. ENC നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ANC ആണ് നമുക്ക് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ആണ് ആക്റ്റീവ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോൾട്ട് C40 ഗെയിമിംഗിൽ നിന്നും ലഭ്യമാകുന്ന മൈക്ക് ക്വാളിറ്റിയാണ് ഇൻഡോറിലെ. എന്നാൽ ഓപ്പോസിറ്റ് ഒരു ഫാനിന് അത്യാവശ്യം നല്ല രീതിക്ക് കാറ്റിങ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ക്വാഡ് മൈക്ക് വിത്ത് ENC ആണ്. അതായത് ഓരോ ഇയർബഡിലും നമുക്ക് 2 മൈക്കോടും കാണാം. അപ്പൊ ആ ഒരു കോളിംഗ് പർപ്പസിന് വേണ്ടി നമ്മൾ ഈ ഒരു C40 ഗെയിമിംഗ് വാങ്ങിച്ചാൽ അത് വർത്ത് ബൈങ് ആകുമോ, എന്താണ് തോന്നുന്നത് അതെന്ന് ഇവിടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ SBC AAC കോഡൊക്കെ ഉണ്ട്. AAC കോഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ 100% പാട്ടാ പോലും യാതൊരുവിധ ഡിസ്ട്രാക്ഷൻസും ഉണ്ടാവാൻ ചാൻസ് ഇല്ല 99% പാട്ടുകളിലും. എന്നാൽ ചില പാട്ടുകളിൽ ഡിസ്ട്രാക്ഷൻ ഉണ്ടായി എന്ന് വെച്ചിട്ട് നമുക്ക് കുറ്റം പറയാനും പറ്റത്തില്ല കേട്ടോ. എനിക്ക് അനുഭവപ്പെട്ട ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു മ്യൂസിക് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ബാലൻസ്ഡ് ഔട്ട്പുട്ട് ആണ്. എന്നാൽ കുറച്ചൊരു ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് ഇവിടെ നമുക്ക് നോർമലി കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊരു ഗെയിമിംഗ് ഇയർബഡ് ആണ്. സോ ഗെയിമിംഗ്
ഗെയിമിങ്ങിനാണ് അവർ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്നാൽ ഇതിനകത്ത് നമ്മുടെ ബോൾട്ട് AMP ആപ്പിലൂടെ നമുക്ക് EQ മോഡ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. സോ നിങ്ങൾക്ക് ബേസ് ഡോമിനേറ്റഡ് ആക്കണം അങ്ങനെ ഒരു പ്രീസെറ്റ് നിങ്ങൾക്ക് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല ഓൾറെഡി കുറെ പ്രീസെറ്റ് ഇതിനകത്ത് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് മാറ്റി മറിച്ചൊക്കെ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ അതിലേക്ക് പോകുന്നതിനും തെറ്റൊന്നുമില്ല. എന്നാൽ ഇതിനകത്ത് ആ ഒരു നോർമൽ അവർ ഇട്ടേക്കുന്നത് നാച്ചുറൽ ആയിട്ട് ഇട്ടേക്കുന്നത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആണ്. അതാണ് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടത്. ഇപ്പോൾ വോക്കൽ ഡോമിനേറ്റഡ് ഉള്ള പാട്ടുകളായിട്ട് നല്ല ഫീൽ ഉണ്ട്, അതേപോലെ തന്നെ ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള എനിക്ക് ആ ഒരു ബേസ് മതിയാണെന്നാണ് ഫീൽ ചെയ്തത്. പക്ഷെ ചിലപ്പോൾ ഞാൻ പറയുന്നത് തലമണ്ട അടിച്ചു പൊളിക്കുന്ന രീതിക്കുള്ള ആ ഒരു ബേസ് വേണമെന്നുള്ള കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ ഉറപ്പായിട്ടും ആ ഒരു EQ മോഡ്സിൽ പോയിട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും ഇവിടെ നമുക്ക് കിട്ടുക. ഓവറോൾ മ്യൂസിക് ക്വാളിറ്റി നമുക്ക് അതുകൊണ്ട് തന്നെ കൂടുതൽ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇനി നമ്മുടെ ബോൾട്ട് ആംപ് ആപ്പിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. എന്തായാലും ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് ഇവിടെ കണക്റ്റഡ് ആണെന്നൊക്കെ പറഞ്ഞ് എഴുതി വരുന്നുണ്ട്. കൂടാതെ ഇക്വലൈസർ കണ്ടോ, ഇവിടെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. കൂടാതെ നാച്ചുറൽ, റോക്ക്, ജാസ്, കൺട്രി, ക്ലാസിക് നിങ്ങൾക്ക് അങ്ങോട്ടൊക്കെ തന്നെ വേണമെങ്കിൽ സ്വിച്ച് ഓവറൊക്കെ ചെയ്യാൻ സാധിക്കും. കൂടാതെ കീ നമ്മുടെ ടച്ച് കൺട്രോൾസ് ആണ്. ഇപ്പോൾ എന്തായാലും സിംഗിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടോ പ്ലേ ആൻഡ് പോസ്. ഇപ്പോൾ ഡബിൾ ടാപ്പ് റൈറ്റിൽ ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റിലേക്കും, ലെഫ്റ്റിൽ ചെയ്യുകയാണെങ്കിൽ പ്രീവിയസിലേക്കും, കൂടാതെ ലോങ് പ്രസ് ചെയ്യുവാണെങ്കിൽ സിറി വർക്കാവും. കൂടാതെ ലെഫ്റ്റിൽ 3 ടാപ്പ് ചെയ്യുവാണെങ്കിൽ വോളിയം ഡൗൺ, റൈറ്റിൽ 3 ടാപ്പ് ചെയ്യുവാണെങ്കിൽ വോളിയം അപ്പ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്കിവിടെ കാണാം. കൂടാതെ ഇതിലില്ലാത്ത വേറൊരു സംഭവമുണ്ട്. നമ്മൾ കോട്ട് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അതായത് 4 പ്രാവശ്യം ഇപ്പോൾ ലെഫ്റ്റിലോ റൈറ്റിലോ ചെയ്യുവാണെങ്കിൽ ഗെയിമിംഗ് മോഡ് അങ്ങോട്ട് ഓൺ ആവും. കൂടാതെ സെറ്റിംഗ്സിലേക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് നമ്മുടെ പേര് വേണമെങ്കിൽ ആക്കാം. എഡിറ്റ് ടൈം ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ വർക്ക് മോഡ് മ്യൂസിക് മോഡാണ്, അത് നമുക്ക് ഗെയിമിംഗ് മോഡിൽ ഇവിടെ വന്നിട്ട് നമുക്ക് മാനുവലി ചേഞ്ച് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. കൂടാതെ ടൂൾസിലേക്ക് പോകണമെങ്കിൽ ഇവിടെ മറ്റുള്ളതിൽ കാണാതെ ഇതിൽ സ്പെഷ്യലി കണ്ടൊരു സംഭവമാണ്. നമ്മുടെ ഇയർബഡിൽ എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ എന്താ പറയുക പൊടി കളയുന്ന ഒരു സംഭവമാണ്. അതെന്തായാലും കൊള്ളാൻ കേട്ടോ, നല്ലൊരു ഓപ്ഷനാണ്. ഇവിടെ സെറ്റിംഗ്സിലേക്ക് വേണമെങ്കിൽ ഇവിടെ അക്കൗണ്ട്, ഹെൽപ്പ് ആൻഡ് ഫീഡ്ബാക്ക്, വിജറ്റ്, ചെക്ക് അപ്ഗ്രേഡ്, അതേപോലെ തന്നെ എബൌട്ട് എന്നിങ്ങനെ മറ്റു കുറച്ച് കാര്യങ്ങളും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്തായാലും ഈ ഒരു ബോൾട്ട് ആംപ് ആപ്പിൽ കാണാൻ സാധിക്കുന്നത്. ഇനി ഇതിലെടുത്ത് പറയേണ്ട മറ്റൊരു സവിശേഷത ഇതിനകത്ത് ബ്ലൂടൂത്ത് വേർഷൻ 5.4 ആണ്. പൊതുവെ നമ്മൾ കേട്ട് വരുന്നത് 5.3 ആണ്. എന്നാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ 5.4 ആണ് നമുക്കിവിടെ കിട്ടുക. കൂടാതെ 40 ms ലോ ലേറ്റൻസി മോഡ് ഇവിടെ ഉണ്ട്. സോ ഗെയിമിങ്ങിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ 5.4 ഈ ഒരു 40 ms ലോ ലേറ്റൻസി നല്ല പക്കാ രീതിയിൽ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും. എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഗെയിം ടെസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. കൂടാതെ ഇതിനകത്ത് ഡ്യുവൽ പെയറിംഗ് ഉണ്ട്. അറ്റ് എ ടൈം നമുക്ക് 2 ഡിവൈസിൽ കണക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ലാപ്ടോപ്പിലും മൊബൈലിലും കണക്ട് ചെയ്തിട്ട് ലാപ്ടോപ്പിൽ പാട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കോൾ മൊബൈലിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് സ്വിച്ച് ഓവർ ആവും. അപ്പോൾ അതാണ് ഇതിനകത്തുള്ള ആ ഒരു ഡ്യുവൽ പെയറിംഗിന്റെ അഡ്വാൻറ്റേജ്. കൂടാതെ IPX5 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. സോ അത്യാവശ്യം ഡ്രിസ്ലിംഗിലും അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് ഉപയോഗിച്ചാലും അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇനി വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഒരു വർഷം വാറണ്ടി ഉണ്ടെങ്കിൽ പോലും നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്ത് കിട്ടത്തില്ല കേട്ടോ. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് എന്താ പറയുക, നമ്മൾ ജസ്റ്റ് ഒന്ന് അവെയർ ആവുന്നത് നല്ലതാണ്. ഇനി 40 ms ലോ ലേറ്റൻസി മോഡ് PUBG പോലുള്ള ഗെയിമുകൾ കളിക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ആക്യുറേറ്റ് ആവുമെന്ന് നമുക്ക് നോക്കാവേ. ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ AAC കോഡൊക്കെ അങ്ങോട്ട് SPC കോഡൊക്കെ സ്വിച്ച് ഓവർ ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഗെയിം മോഡ് അങ്ങോട്ട് ഓൺ ആക്കിയത്. ഇനി സ്പ്രേ ആയിട്ട് കൈയെടുക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം സൗണ്ട് സസ്റ്റെയിൻ ചെയ്യുമെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതിയേ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. സിംഗിൾ ടാപ്പ് പക്കയാണ് കേട്ടോ. ആക്ച്വലി മൊബൈൽ ഡേറ്റ ആണ്, അതിൻ്റെ ചെറിയൊരു ലാഗ് ഉണ്ട്. അതുകൊണ്ടാണ് പൊടിക്ക് ചെറിയൊരു ഡിലേ ഇവിടെ ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഓക്കെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ടല്ലോ ഇതിനകത്ത്. 40 ms എന്താ പറയുക, ആ ഒരു മാക്സിമം ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്, പ്രത്യേകിച്ച് SBC കോഡൊക്കെ ഇടുമ്പോഴത്തേക്ക്. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഒരു C40 ഗെയിമിങ്ങിനെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ ഷെയർ ചെയ്യേണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് 1299 രൂപയ്ക്ക് വാങ്ങിച്ചാൽ വത് ബൈങ് ആകും. ഇനി അതല്ല, ഇതിപ്പോൾ സ്പെഷ്യൽ ലോഞ്ച് ഓഫർ ആണ്, ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് 1500 1600 ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു റേറ്റിലും ഇത് വാങ്ങിച്ചാൽ വത് ബൈങ് ആകുമല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയണത്, നിങ്ങളൊരു ഗെയിമിംഗ് TWS ആണ് നോക്കുന്നതെങ്കിൽ ആ ഒരു ഗെയിമിംഗ് ആംബിയൻസ് കിട്ടുന്നത് അല്ലെങ്കിൽ മാക്സിമം 40 ms ആ ഒരു മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നോക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇതിലേക്ക് പോകാം. ഇനി അതല്ല ആ ഒരു ഡിസൈൻ്റെ കാര്യത്തിൽ കേട്ടോ, അതാണ് എടുത്തു പറയേണ്ടത്. മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ആ ഒരു ഡിസൈൻ മതി, അതേപോലെ തന്നെ ഓൾറെഡി ആ ഒരു മൈക്ക് ക്വാളിറ്റി കേട്ടല്ലോ അത് മതി, കൂടാതെ എന്താ പറയുക മ്യൂസിക് ക്വാളിറ്റി നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് മതി, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് 1299 ഒരു Z40 ഗെയിമിംഗ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ Z40 ഗെയിമിങ്ങിനെ കുറിച്ചുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.